ഒക്ടോബർ 27-നാണ് ഇതിന്റെ ഒരു ആദ്യ ഈ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിന്റെ ഒരു ആദ്യ നീക്കം നടക്കുന്നത്. ഒക്ടോബർ 27-ന് ഈ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുകൊണ്ട് ചില പോസ്റ്ററുകൾ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ആരാണ് ഈ പോസ്റ്ററുകൾ ഒട്ടിച്ചത് സംബന്ധിച്ച അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അവിടെ തുടങ്ങുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടത്തിയ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ അനന്തനാഗിലെ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറാണ് അദിൽ അഹമ്മദ് എന്ന ഡോക്ടറാണ് ഈ പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ഈ ഡോക്ടറെ അനന്തനാഗിലെ ഡോക്ടറെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയും അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഹാഷ്മി സൂചിപ്പിച്ച ഈ ഫരീദാബാദിലേക്കുള്ള ഒരു കണക്ഷൻ ലഭിക്കുന്നത്. അത് ഈ ചോദ്യം ചെയ്യലിന് നിർണായക വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ തന്നെ ഇന്നലെ ഹരിയാനയിലെ പ്രത്യേക അന്വേഷണ സംഘവും ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലെ പോലീസും വളരെ സംയുക്തമായിട്ടാണ് ഫത്തേപൂരിലും ഫരീദാബാദിലുമായി വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ പരിശോധനകൾ നടത്തുന്നു. ആ പരിശോധനയിലാണ് മുസ്കിൽ ഷക്കീൽ എന്ന ഡോക്ടർ അറസ്റ്റിലാവുന്നത്. ആദ്യഘട്ടത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് 360 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ രാസവസ്തുക്കൾ കണ്ടെത്തുകയും പിന്നീട് ഗാഡ്രേജുകൾ, ടൈമറുകൾ, ഒപ്പം തന്നെ പിസ്റ്റലുകൾ എന്നിവ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ ഫത്തേപൂരിൽ മറ്റൊരു വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഈ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ആ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ പരിശോധനയിൽ ഏതാണ്ട് അവർക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നത് 2000-ലധികം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. അത് ഈ രാസവസ്തുക്കൾ ഉൾപ്പെടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒപ്പം മറ്റൊരു ഡോക്ടർ, ഈ 2 ഡോക്ടർമാരും ഇന്നലെ അറസ്റ്റിലാവുകയാണ് ഉണ്ടായത്. തുടർന്ന് മറ്റൊരു ഡോക്ടർ, ഒരു വനിതാ ഡോക്ടർ എന്നാണ് അറിയാൻ കഴിയുന്നത്, അവരുടെ ലക്നൌ കേന്ദ്രീകരിച്ച് അവർ അവിടെ എത്തിയിരിക്കുകയും അവിടെ ചില മേഖലകൾ അവർ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കാറിൽ നിന്നൊരു AK-47 ലഭിച്ചതായി ഇന്നലെ അന്വേഷണ സംഘങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ മാത്രമായി 2 ഡോക്ടർമാരുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ കേസ്, ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച കേസുമായി ബന്ധപ്പെട്ട 4 ഡോക്ടർമാരടക്കം 7 പേരാണ് അറസ്റ്റിലാകുന്നത്.